ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഇഫ്താർ പാർട്ടിക്ക് പോവാണ് കേട്ടോ. അതായത് ദുബായിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കമ്പനി വകയുള്ള ഒരു ഇഫ്താറാണ്. അപ്പോൾ 6:30 തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി എവിടെയാണ് ഇഫ്താർ, അവിടുത്തെ വിശേഷങ്ങളും പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇങ്ങനത്തെ വ്ളോഗുകളൊന്നും സത്യം പറഞ്ഞാൽ ഇട്ടിട്ടില്ല. അപ്പം ഇനി ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെ എൻ്റെ ചാനലിൽ കാണാം. അപ്പം ഞങ്ങളിങ്ങനെ യാത്രകളും ഇതൊക്കെ കുറേ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ കുട്ടി വ്ളോഗുകളായിട്ട് വരാം. അപ്പോൾ ഈ ഹസ്ബൻഡ് ഉണ്ട്, മക്കളെ പെൻഡിരിക്കുന്നുണ്ട്, ആരും ഏതോ. ഓക്കെ, അപ്പോൾ ഇനി വഴിയെ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ. ഏകദേശം നമ്മൾ ഗന്തൂത് എത്തി. അപ്പോൾ ദേ ഗൈസ്, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും 3 minutes ഓൺലി. അബീർ മാർക്കറ്റ്. അപ്പോൾ നമ്മളിതേ ഏകദേശം സ്ഥലത്തെത്തിട്ടോ. അപ്പോൾ ഇവിടെ നോമ്പുതറ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. വളരെ ഫേമസ് ആയിട്ട് ഇഷ്ടംപോലെ വ്ളോഗൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നല്ല അടിപൊളി വൈബുള്ളൊരു സ്ഥലം കേട്ടോ. ഇതുപോലെ പുറത്താണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇൻഡോർ കഴിക്കുന്നവർക്ക് ഇൻഡോറുള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഔട്ട്ഡോർ നല്ല ഒരു അടിപൊളി വൈബാണ്. അപ്പോൾ ഇവിടെ ടേബിളിൽ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അതേ ലൈവ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ അതേ ബീഫും ചിക്കനൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളുടെ തിളച്ച എണ്ണയിലിട്ട് വറക്കാനൊക്കെ എണ്ണയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് അവർ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പൊറോട്ട അടിക്കേണ്ട ഒരു ചേട്ടൻ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ ജോലിക്കാർ തലങ്ങും വിലങ്ങും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്നാക്സുകളൊക്കെ ഇങ്ങനെ റെഡിയായിരിക്കുന്നുണ്ട്. ഈ ടേബിളിൽ ഇനി ഒരുപാട് സ്നാക്സ് വേറെ റെഡിയായിരിക്കുന്നുണ്ട്. എല്ലാം അവരിങ്ങനെ പ്ലേറ്റിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഇങ്ങനെ എല്ലാ ബൊഫയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വാങ്ങ് കൊടുത്തതിന് ശേഷം സ്നാക്സും ജ്യൂസും ഇതൊക്കെ കഴിച്ച് പിന്നെ ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ കമ്പനിയിലെ ഓണേഴ്സിൻ്റെ ഫാമിലി ഒക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഇരുന്നു കേട്ടോ. ഓരോരോ ടേബിളിലായിട്ട് ഇരുന്ന് കഴിഞ്ഞു. ഇപ്പോൾ അപ്പോൾ അതേ അപ്പുറത്ത് തന്നെ ഒരു മസ്ജിദാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തതിന് ശേഷം എല്ലാവരും പതുക്കെ ഓൾമോസ്റ്റ് 90% ആൾക്കാരും നോമ്പുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ രാവിലെ മുതൽ നോമ്പൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും പതുക്കെ കഴിച്ചൊക്കെ തുടങ്ങി കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പതിയെ നിസ്കാരത്തിന് പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ദേ ഫുഡൊക്കെ കാണിക്കാം. അപ്പോൾ ദേ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം ഫ്രൂട്ട്സ്, പിന്നെ ഡെസേർട്ട്സ് ഉണ്ട്, പിന്നെ സാലഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ളത്. ഫ്രൂട്ട് കട്ട്സുകളുണ്ട്, പിന്നെ അതുപോലെ ചെറിയൊരു പായസം, പലതരത്തിലുള്ള ഡെസേർട്ടുകൾ, പിന്നെ ജ്യൂസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലൈവായിട്ട് ടീ കോഫി കൗണ്ടറുകൾ, പിന്നെ മെയിൻ കോഴ്സുകൾ സ്റ്റാർട്ടായിട്ടാണ്. നമുക്ക് നോക്കിയാലോ. പിന്നെ മീൻ തലക്കറി, കപ്പ, മീൻ മുളകിട്ടത്, അതുപോലെ ചിക്കൻ 65 ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് ചില്ലി ബീഫും വിങ്സും, പിന്നെ വന്നിട്ട് ബീഫ് റോസ്റ്റും ബീഫ് ഡ്രൈ ഫ്രൈയും, കോക്കനട്ട് ഡ്രൈ ഫ്രൈ, പിന്നെ മട്ടൺ സ്റ്റൂ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ചില്ലി ചിക്കൻ, പിന്നെ അതുപോലെ എഗ് മസാല, പിന്നെ സ്റ്റൂ ഉണ്ടായിരുന്നു, എഗ് റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ കോളിഫ്ലവറിൻ്റെ തന്നെ ഡ്രൈയും ചില്ലി ഗോബി മഞ്ചൂരിയൻ, പിന്നെ പാസ്ത, ന്യൂഡിൽസ്, പത്തിരി, പിന്നെ പൂരി, പുട്ട്, അപ്പം, ഇടിയപ്പം, പത്തിരി, മസാലദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, അപ്പം, ഗീ റൈസ്, ഹൈദരാബാദി, ചിക്കൻ ബിരിയാണി. പിന്നെ എന്ത് വേണം എൻ്റെ മക്കളെ, ഒരുപാട് ഐറ്റംസ്. പിന്നെ ചട്നി, സാമ്പാർ, പിന്നെ ഫൈനലി ദ സൂപ്പ്. ഇത്രയും ഐറ്റം. ഇതാണ് നമ്മുടെ നാസർക്ക.
നമ്മുടെ മുതലാളി. ഓക്കെ, പിന്നെ എല്ലാവരും ഉണ്ട്, അവരുടെ വൈഫ്, മക്കൾ, പിന്നെ ഒരുപാട് അവരുടെ ഫാമിലി മെമ്പേഴ്സ്. പിന്നെ നമുക്ക് നല്ലൊരു ഗ്യാതറിങ്, നല്ലൊരു ഈവനിങ് ആയിരുന്നു. താങ്ക് യു, വെൽക്കം. അപ്പോൾ നല്ലൊരു വേറെ തന്നെ ഒരു വൈബുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇങ്ങനൊരു ഇഫ്താർ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. നമ്മൾ പല ഇഫ്താറിന് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേക ഒരു വൈബിലിരുന്നത് ഉള്ളൊരു ഇഫ്താർ ആദ്യമായിട്ടാണ്. പിന്നെ നല്ല സൂപ്പറായിരുന്നു, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗസൽ അൽ മദീന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്. പിന്നെ ഇതേ അവസാനം അവരെല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഫുൾ ടീമൊക്കെ ആയിട്ട്, അബുദാബിയും ദുബായി ഒക്കെ ആയിട്ടുള്ള ടീമൊക്കെ ആയിട്ടുള്ള ഫുൾ ഫോട്ടോ. ഇപ്പോൾ ഇഫ്താറിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർ ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗായിട്ട് വരുന്നതുവരെ ബൈ.